ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തോന്നൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അഹാന കൃഷ്ണയുടെ വീഡിയോയിലുള്ള തോന്നൽ കേക്കിൻ്റെ അതുപോലുള്ള ഒരു കേക്ക് ഞാൻ തയ്യാറാക്കിയെടുക്കുകയാണ്. എൻ്റെ മോളുടെ നിർബന്ധത്തിനാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ. എന്തായാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കണം. അത് ഒരു 3 പ്രാവശ്യം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3 തവണ നന്നായിട്ട് തന്നെ അരിച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിതവിടെ മാറ്റി വെക്കാം. ഈ കേക്കിന് നല്ല ഡാർക്ക് കളർ വേണം. അപ്പോൾ നമ്മളതൊരു ഗനാഷ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആ ഗനാഷ് എങ്ങനെ തയ്യാറാക്കുന്നത് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കുക. അപ്പോൾ ക്രീം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടത് 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മധുരമുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തില്ല. വേണമെങ്കിൽ ഒരു ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ചൂടൊന്ന് പോയിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ. അപ്പോൾ അതിവിടെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതാണ് ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നില്ല കേട്ടോ, മിക്സിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് തുറന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര്, ഇവ രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്തത്. ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് സ്പീഡിൽ അടിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ ഒരു ഗനാഷ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ടും ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത്. ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ മിക്സിയിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കണ്ട് ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. മുഴുവൻ മാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒരു സൈഡിലൂടെ മാറ്റി വെച്ചു. ഇനി നമുക്കതിനുള്ള മോൾഡൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് തോന്നൽ കേക്കിൻ്റെ മോൾഡ് കേട്ടോ.
ഈ മോൾഡാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത. ആ കേക്കിന് ആ ഷേപ്പ് കൊടുക്കുന്നത് ഈ മോൾഡിലാണ്. അപ്പോൾ ഈ മോൾഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എഡ്ജിലൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൻ്റെത് കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു. മോൾഡിൻ്റെ പകുതി മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ടൂത്ത് പിക്കോ പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി ഈ മോൾഡ് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അതിനടിയിലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് അതിന് മേലാണ് ഈ മോൾഡ് വെച്ചത് കേട്ടോ. ബാറ്റർ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അത് പൊങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചത്. ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ച് അതിന് മേലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ആ പാത്രം നന്നായിട്ട് അടഞ്ഞു നിൽക്കുന്ന രീതിക്കുള്ള ഒരു അടപ്പ് കൂടി വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ച് 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ കേട്ടോ. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് ഗണേശ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കൂടി ചേർത്ത് കൊടുക്കുക. അതിൽ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം ഗനാഷ് തയ്യാറാക്കുന്ന സമയത്ത് ക്രീം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാൻ കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. 150-160 സെൻറ്റിഗ്രേഡിൽ 40 മിനിറ്റാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ഓവനിൽ ഓരോ രീതിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ കേക്ക് എടുത്തിട്ട് അതൊന്ന് കൊത്തി നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നെ പറഞ്ഞാൽ എൻ്റെ മാവ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ആ നടുഭാഗം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റിൽ തന്നെ ഉണ്ട് നടുഭാഗം. ഇനി അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റ് അതിന് മേലെ വെച്ചിട്ട് അത് കമിഴ്ത്തി വെക്കാം. എന്നിട്ട് ഈ മോൾഡ് മെല്ലെ ഇളക്കിയെടുക്കാം. പൊട്ടിപ്പോവരുത് കേട്ടോ. കേക്ക് പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാ സൈഡും ഒന്ന് വിടിയിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് മേലോട്ട് പൊക്കിയെടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മോഡൽ ഇതായിട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഗനാഷ് ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാല് ആവശ്യമുള്ള എത്ര വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു വെറ്റ് ചെയ്യുമ്പോൾ അറിയാലോ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് കേക്കിൽ അപ്ലൈ ചെയ്യാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ നടുഭാഗത്തങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് മുഴുവനായിട്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് ഒന്ന് വെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കും. നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ സിറപ്പ് മുഴുവനായിട്ട് ഞാൻ ഒന്നുകൂടി നോക്കിയെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ടും അല്പം നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഡാർക്ക് കളറ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കേക്ക് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ഇപ്പോൾ കളറൊക്കെ ഉണ്ടാവുള്ളല്ലോ, അപ്പോൾ അവർക്കറിയാം. അപ്പോൾ ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇതിനും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പ്ലേറ്റിൽ താഴേക്ക് എടുക്കുന്ന ആ വെറ്റ് ലിക്വിഡൊക്കെ ഞാൻ ഒന്നും കൂടി ആ കേക്കിലേക്ക് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ച് കേക്കിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താലും മതി. അതൊന്നും കൂടി ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്.
കൊടുക്കുന്നില്ല, കാരണം ഞാൻ പൊട്ടിപ്പോകുമെന്നുള്ള ഒരിതുകൊണ്ട് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താലും മതി കേട്ടോ വെറ്റ് ചെയ്തെടുക്കാൻ. എന്തായാലും ഞാൻ ഇനി ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തിക്ക് ഗണേശ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അഹാനൻ്റെ ആ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു അടിച്ചിലൂടെ മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഇനി ഈ ഒരു ഗനാഷിൽ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഗനാഷിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചെറിയ മോളെ നിർബന്ധത്തിനാണ് ഞാനിത് ചെയ്തത്. അവൾക്ക് ഭയങ്കര ആഗ്രഹം ആ വീഡിയോ കണ്ടപ്പോൾ തോന്നൽ കേക്ക് ചെയ്യണം. അപ്പോൾ അവളും ഉണ്ട് കൂടെ, എല്ലാത്തിനും കൂടെ വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ തോന്നൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാൻ അതിലേറെ ടേസ്റ്റ് ഉണ്ട്. ഇനി മുഴുവൻ ഡെക്കറേഷൻ കഴിയുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട്. ഗണേശൻ നന്നായിട്ട് ചൂടാറിന് ശേഷം മാത്രം കേക്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കേക്ക് മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്തും കേക്ക് നന്നായിട്ട് ചൂടാറിന് ശേഷം മാത്രം മുകളിൽ നിന്ന് എടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഗണേശൻ ഞാൻ ആ കേക്കിൻ്റെ നടുഭാഗത്തങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ആ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുമല്ലോ അല്ലേ. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ തോന്നൽ കേക്കിൻ്റെ ആ ഒരു ലുക്ക് വരുത്താം. ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ രീതി, അതുപോലെ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക്. പിന്നെ നമ്മുടെ ഈ ഒരു ഡെക്കറേഷനും കഴിയുമ്പോൾ കാണാൻ അതിലേറെ ഭംഗിയുണ്ട്. ചെറിയും സ്ട്രോബെറിയും നാരങ്ങയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ലുക്ക് കിട്ടാൻ ഈ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.